ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഫുൾ ഡേ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 7:30-8 മണിക്കിടയിലാണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വൈകിയാണ് കേട്ടോ എണീറ്റത്. ഇപ്പോഴും നമ്മുടെ സുധിച്ചേട്ടൻ എണീറ്റിട്ടില്ല. ഞാൻ എണീക്കുമ്പോൾ തന്നെ എൻ്റെ 2 പിള്ളേരും എണീക്കും കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ എണീക്കുമ്പോൾ തന്നെ അവർക്ക് സിഗ്നൽ കിട്ടുന്ന ഒന്നും അവരമ്മ എണീക്കും, നിങ്ങളും വേഗം എണീറ്റുമെന്ന് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കൊരു പണിയും ചെയ്യാനായിട്ട് പറ്റാറില്ല. കാരണം ഈറ്റുങ്ങൾ അപ്പം എൻ്റെ കൂടെ തന്നെ വരും, പിന്നെ ആകെ കൂടെ ബഹളമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ സുക്രുമണിയും തുമ്പിമോളൊക്കെ എൻ്റെ കൂടെ തന്നെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നേന്ന് തുടങ്ങണം. ഇന്ന് എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കുറച്ച് സ്പെഷ്യലായിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം തന്നെ നമ്മുടെ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ തലേ ദിവസം സൂചിച്ചേട്ടൻ മുന്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നുപോയി. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ പാൽ ചായ അത് എപ്പോഴും മസ്റ്റാണല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കാം, നമ്മളെല്ലാ ദിവസവും പാൽ ചായ പ്രിയരാണ് കേട്ടോ. കട്ടൻ ചായ പലപ്പോഴും ഉണ്ടാക്കാറുണ്ടെങ്കിലും നമുക്ക് 2 പേർക്കും ഇഷ്ടം പാൽ ചായയാണ്. അപ്പോൾ ഇത് രാവിലെ തന്നെ പാൽ ചായ ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്ലാസ്കിലാക്കി വെക്കും. പിന്നെ സൂചിച്ചേട്ടന് കുടിക്കുമ്പോൾ ഇത്തിരി ചൂട് വേണം. അപ്പോൾ അപ്പം ചൂടാക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലാസ്കിലാക്കി വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ എനിക്കുള്ള ചായ ഞാൻ എടുത്തിട്ട് ബാക്കിയുള്ളത് ഫ്ലാസ്കിലാക്കി വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ രാവിലെ തന്നെ മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എണീക്കാനും കുറച്ച് വൈകിപ്പോയി. അപ്പോൾ എന്തൊക്കെയാക്കും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയാകും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 2 പേരുണ്ട്, 2 പേർക്കും കുറച്ച് വയ്യായികയൊക്കെ ഉണ്ട് എന്തായാലും. അപ്പോൾ അതേ ഞാൻ മസാല ദോശയ്ക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒരു ബീട്രൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കുക്കറിലോട്ട് ഇടുകയാണ്. നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ ഈ റെഡ് കളറായിരിക്കുമല്ലോ ഒരു മസാല ഉണ്ടാകുക. അപ്പോൾ അതേപോലെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ പുഴുങ്ങാൻ വെക്കണം കേട്ടോ. അപ്പോൾ അതേ രാവിലെ തന്നെ ഞാൻ ചായയൊക്കെ കുടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പേരപ്പുറം കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഞാൻ ചെന്ന് നോക്കും, എന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ എന്തേ ചോറിന് അരിയൊക്കെ ഇടാണ്. അപ്പോൾ നമ്മൾ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. നമുക്കിവിടെ അടപ്പും കാര്യങ്ങളൊന്നുമില്ല, കുക്കറിലാണ് വെക്കുന്നത്. വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടാറുണ്ട് കേട്ടോ. നമ്മൾ ചെറുമണി അരിയാണ് യൂസ് ചെയ്യുന്നത്. ജയ അരി ഒന്നും നമുക്ക് വലിയ ഇഷ്ടമില്ല, കാരണം കുറേ വേവിക്കാൻ വേണം. പിന്നെ മടൽ കൂട്ടത്തെ അരിയാണ്, അതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ചെറുമണിയാണ് കൂടുതലും നമ്മൾ മേടിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കുക്കറിൽ 2 വിസിലിട്ടാൽ തന്നെ നമുക്ക് അരി രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടത്തൊക്കെ ഉണ്ടാകും. രാവിലെ ചോറിനാറില്ല കേട്ടോ. പിന്നെ നമ്മൾ കടയിൽ പോകുമ്പോൾ രാവിലെ തന്നെ കൊണ്ടുപോകുന്നേ ഉള്ളൂ. അങ്ങനെ ദേ ഞാൻ മാവിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് ഇളക്കി വെക്കാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതാക്കി നമ്മൾ ഒന്ന് ഇളക്കി വെച്ചു. അതിനുശേഷം ഞാൻ സുക്രുവിന് ദോശയും ചായയൊക്കെ കൊണ്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതേ പുറത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി, അവിടെ വീട് പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ആ ഒരു വേവിക്കാൻ വെച്ചതൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഉടച്ച് വെക്കാൻ കേട്ടോ. ഞാൻ ഈ ഒരു സംഭവം കൊണ്ടിട്ടാണ് ഉടക്കണ സംഭവങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ അതേ ഇന്നലെ സൂചിച്ചേട്ടൻ വന്നപ്പോൾ നമുക്ക് ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ചാള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കുറച്ചീശയാണ് മേടിച്ചത്, കാരണം നമുക്കിന്ന് പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ ചെമ്മീനോളത്തും ചാള വറുത്തതൊക്കെ എന്തായാലും മസ്റ്റായിട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ അരിഞ്ഞു വെക്കുകയാണ് കേട്ടോ. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനത്തെ ഐറ്റംസൊക്കെ അരിഞ്ഞു വെക്കുകയാണ്. നമ്മൾ ആ ഒരു വേറെ പൗഡേഴ്സൊന്നും വേറെ ഇത് ചേർക്കുന്നില്ല, കുറച്ച് മസാലാസൊക്കെ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം തന്നെ അരിഞ്ഞു വെക്കുകയാണ്. എല്ലാം ഇങ്ങനെ അരിഞ്ഞു വെച്ചാൽ തന്നെ നമുക്ക് കുറേ പണി ഒഴിയുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സുക്രുവിന് ഭക്ഷണം കൊടുത്തു, തുമ്പിക്ക് കഞ്ഞി കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴും സൂചിച്ചേട്ടൻ എണീറ്റിട്ടില്ല കേട്ടോ. സൂചിച്ചേട്ടൻ ഞായറാഴ്ച വളരെ വൈകിയാണ് എണീക്കാറ്. അപ്പോൾ അതേ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മസാലയുടെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ അതിനുശേഷം നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ ഊറ്റി വെക്കുകയാണ്. പിന്നെ നമ്മൾ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മസാല ദോശയുടെ കൂടെ തേങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടായാലേ എല്ലാവരും ഒന്ന് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അത് ഞാൻ പൊട്ടിച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ട്.
അതിനുശേഷം നമ്മൾ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് സുച്ചേട്ടൻ എണീറ്റതേ സുക്കുറിനെയും കൊണ്ട് നമ്മുടെ പോത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പോത്തെന്ന് പറഞ്ഞ സംഭവം നമ്മുടെ മെയിനായിട്ടുള്ള ഘടകമാണ്. അപ്പം ഞാനവിടെ വീട് പണിയെന്ന് പറഞ്ഞിട്ടില്ല, അപ്പോൾ വീട് പണിയുടെ കുറച്ച് പൂജയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഐറ്റംസൊക്കെ നമുക്ക് തന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞു. തുമ്പിനെ കുളിപ്പിച്ചു, സുക്കുറിനെ കുളിപ്പിച്ചു, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതേ തുമ്പിനെ കുറച്ച് നേരം ഉറക്കാനായിട്ട് കിടത്താൻ പോകണം. അപ്പോൾ അതേ സുക്കുറും ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ കിടത്തി തുമ്പിനെ ഉറക്കിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ദോശ ചൂടാണ്ട് ചെയ്യുന്നത്. അപ്പോഴേക്കും സുച്ചേട്ടൻ്റെതായ പണികളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഞായറാഴ്ച ആകുമ്പോൾ എല്ലാം കുറച്ച് വൈകിയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 11:30-12 മണി ആയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എങ്ങും പോകാനില്ല, എവിടെയും പോകാനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വൈകിയാലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതേ ഞാൻ നമ്മൾ കഴിക്കുന്ന നേരത്തെ ആ ഒരു ചുടുമ്പോഴല്ല ആ ഒരു ചൂടിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ അപ്പുറത്തെ ആ ഒരു പാനിൽ ഞാൻ വെള്ളയപ്പത്തിൻ്റെ ഇതിലാണ് കേട്ടോ ചുടുന്നത്. അപ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് കഴിയുമല്ലോ എന്ന് വെച്ചിട്ട് സുക്രൂനും ഒരു ദോശയും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവനെ ഞാൻ എണീറ്റപ്പോൾ തന്നെ ഒരെണ്ണം കൊടുത്താണ്, എന്നാലും ഒരെണ്ണം കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മസാല ദോശ ഇതാക്കാണ്. അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ബട്ടറൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ അത് ആധികാരികമായി ചെയ്യും. എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാറില്ലല്ലോ, എപ്പോഴും സിമ്പിളായിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പോളിസി കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയാനില്ല കേട്ടോ. ബട്ടറും എല്ലാം ദോശ ഉണ്ടാക്കിയപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് നല്ല സൂപ്പറായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സൂചേട്ടനെ കൂടെ കാണിക്കട്ടെ എന്നൊക്കെ സൂചേട്ടൻ പറഞ്ഞു, വേണ്ട ഞാൻ കുളിച്ചിട്ടില്ല, എന്നെ കാണിക്കേണ്ട, നിങ്ങൾ മാത്രം എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് സൂചേട്ടൻ അപ്പുറം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ സുക്രൂന് കൊടുക്കുമ്പോൾ സുക്രൂന് ആ ചമ്മന്തി ഇട്ടതുകൊണ്ട് എരിയെന്നുള്ള കാരണമാണ് കേട്ടോ സുക്രു അത് കഴിക്കാത്തത്. സുക്രു പിന്നെ 2 ദോശ ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. തുമ്പിമോളം ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം കേട്ടോ. പാത്രങ്ങൾ അപ്പാപ്പ കഴുകി വെച്ചില്ലെങ്കിൽ പിന്നെ കുറേ ആയി പോവും, പിന്നെ നമുക്ക് എല്ലാത്തിനും ഒരു മടിയാവും. അതുകൊണ്ട് തന്നെ പാത്രങ്ങൾ ഞാൻ എപ്പോഴും കഴുകി വെക്കാറുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് അടുത്ത പണി തുടങ്ങുമ്പോൾ ഒരു റിഫ്രഷിങ് മൈൻഡ് വരും. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണിയാണ് ഈ കുക്കറും ഊറ്റക്കയിലും കഴുകുക എന്നുള്ളത്. ആ ഒരു ചോറിൻ്റെ ഇതൊക്കെ ഒട്ടിപ്പിടിച്ച് ഭയങ്കര പാടല്ല അത് കഴുകാൻ. അത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. ഇഷ്ടമല്ലാത്തത് അതുകൊണ്ട്. പിന്നെ ഈ ഫ്ലാസ്കൊക്കെ പെട്ടെന്ന് കഴുകി വെച്ചില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒട്ടിയൊക്കെ പിടിക്കും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കൂടെ അതിലൊഴിച്ച് നോക്കും കേട്ടോ. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം എടുക്കുമ്പോൾ ആ ഉള്ളു വെള്ളം ഇതങ്ങോട്ട് കളഞ്ഞാൽ മതിയല്ലോ. പിന്നെ സുധിച്ചേട്ടന് ഞായറാഴ്ച കുറച്ച് പുറം പണികളായിരിക്കും കേട്ടോ കൂടുതലുണ്ടാകുക. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ബാക്കിയുള്ള നമുക്ക് പിന്നെ ഈ ഒരു ഇനി വേസ്റ്റ് ആവില്ല, കാരണം എല്ലാം നമ്മുടെ കട്ടപ്പ് കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ നമ്മുടെ കിച്ചണൊക്കെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം സുക്കുറിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടാ. പിന്നെ തുമ്പി മോളിൽ ഉറങ്ങി എണീറ്റോ എന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെന്ന് നോക്കി. അതിനുശേഷം നമ്മൾക്ക് ഉച്ചക്കാലത്തെ പണി തുടങ്ങാനായിട്ടോ. ശരിക്കും 1-1:30ക്കാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വൈകി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഇതേ നമ്മുടെ ചാളയ്ക്ക് ഇനി വൃത്തിയാക്കണം. ചാള ഓൾറെഡി വൃത്തിയാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. വൃത്തിയാക്കിയല്ല, നന്നാക്കി കൊണ്ടുവന്നതാണ്. നമുക്കൊന്ന് ജസ്റ്റ് കഴുകിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ചാള വറുക്കുന്നുള്ളൂ, കറി വയ്ക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പണി ഈസിയാണ്. ഞാൻ കുറേ നേരം എടുക്കുന്നു വിചാരിച്ചിട്ട് ഈ ഒരു പൊതിച്ചോറുണ്ടാക്കാം, പക്ഷെ പെട്ടെന്ന് കഴിഞ്ഞു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം തുമ്പിമോള് അത്യാവശ്യം നേരം ഉറങ്ങി, പിന്നെ സുക്രു നല്ലോണം സഹകരിച്ചു. പിന്നെ സുചേട്ടൻ പറയാണ്ടിരിക്കാൻ വയ്യ, എന്നെ കുറേ സഹായിച്ചിട്ട് നമ്മുടെ ചെമ്മീനൊക്കെ നന്നാക്കി തന്ന സുചേട്ടനാണ്. അങ്ങനത്തെ നല്ലൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളൊരു കെട്ടിയവനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക്, ഞാൻ പുകഴ്ത്തി പറയണല്ല, നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് പലതിലും കണ്ടിട്ടുണ്ടാകും. അത്യാവശ്യം നല്ലോണം നമ്മളെ സഹായിക്കുന്നൊരു കെട്ടിയവനാണ്. താങ്ക് യു വെരി മച്ച്. അങ്ങനെ ഞാൻ ചാളയ്ക്ക് ഇതിങ്ങനെ മസാലയൊക്കെ ഇടുന്നുണ്ട്. ആസ് യൂഷ്വൽ നോർമൽ മസാലകളാണ് കേട്ടോ ഇടുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, അങ്ങനത്തെയാണ്. പിന്നെ ചാളയുടെ മുട്ടയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, പല്ലിമീൻ എന്ന് പറയില്ലേ. അപ്പോൾ ഇതേത് സൂചേട്ടൻ ചെമ്മീനൊക്കെ നന്നാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പണി കൂടുതൽ എളുപ്പമായി. കാരണം വെച്ചാൽ ചെമ്മീനൊക്കെ നന്നാക്കാനിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലോണം നേരം വൈകും. അപ്പോൾ അതേ സൂചേട്ടൻ അവിടെ ചെമ്മീൻ ഇങ്ങനെ ശരിയാക്കി തരുമ്പോൾ നമുക്ക് ബീട്രൂട്ട് പോലത്താണ് ഉണ്ടാക്കുന്നത്. ബീട്രൂട്ടൊക്കെ അരിഞ്ഞു വെക്കുന്നുണ്ട്. നമ്മുടെ മറ്റേ ഇതിലിട്ട് മാഷ് ചെയ്യല്ല കേട്ടോ, ഇതിങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഡ്രൈ മതി എന്ന് പറഞ്ഞു സൂചേട്ടൻ. എനിക്ക് നല്ലോണം കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം, സൂചേട്ടന് പക്ഷെ അങ്ങനെ ഇഷ്ടമില്ല. ഇങ്ങനെ വെതറി കിടക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞാനിങ്ങനെ അരിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ളൊരു സവാളയും പച്ചമുളകും ഒക്കെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞിട്ട് ഒരുമിച്ചാണ് ഇട്ട് ഇടുന്നത്, പെട്ടെന്ന് തന്നെ ഉണ്ടാവുമല്ലോ.
അങ്ങനത്തെ ആ ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മുട്ട വറുക്കണമല്ലോ. അപ്പോൾ നമ്മുടെ പൊതിച്ചോറിന് മുട്ട വറുത്തത് മസ്റ്റാണ്. അതേപോലത്തെ അപ്പം ഞാൻ എന്ത് ചെയ്തു, മുട്ടയൊക്കെ പൊട്ടിച്ച് ഇതാക്കി വെക്കുന്നുണ്ട് കേട്ടോ. മുട്ടയും നമ്മുടെ ചാള വറുത്തതും നമ്മുടെ ചെമ്മീനോളത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചൂടോടുകൂടി വെക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പണിയും എളുപ്പമാണല്ലോ. അപ്പം അതിലേക്ക് നമ്മൾ സവാള കുറച്ച് അരിഞ്ഞിട്ടു, അതിനുശേഷം ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടു കേട്ടോ. അതിനുശേഷം ഞാനിവിടെ മാങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. മാങ്ങ തലേദിവസത്തെ ഒരു കഷ്ണം ബാക്കിയുണ്ടായിരുന്നു, അങ്ങനെ മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കി. അപ്പോഴേക്കുണ്ടായി നമ്മുടെ ചെമ്മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം അത് ഒരു മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പിട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് കേട്ടോ ഞാൻ ഒലത്തുന്നതും. അപ്പോൾ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാറി കഴിഞ്ഞപ്പോൾ ഒരു കുപ്പി 2 കുപ്പിയൊക്കെ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. കുപ്പിയിലാക്കിയിട്ടാണ് കേട്ടോ പുറത്തെടുത്ത് വയ്ക്കുക. സൂചേട്ടന് ചോറ് തിന്നുമ്പോൾ എപ്പോഴും തണുത്ത വെള്ളം വേണം. അതത്ര നല്ല ശീലമല്ല, എങ്കിലും എനിക്കും കുറച്ച് തണുത്ത വെള്ളം വേണം കേട്ടോ. എപ്പോഴും തൊണ്ടവേദന എടുക്കുമ്പോൾ സൂചേട്ടൻ പറയും തണുത്ത വെള്ളം കുടിച്ചിട്ടാണ്, പക്ഷേ ആൾ കുടിക്കുമ്പോൾ എനിക്കും കുടിക്കാൻ തോന്നൂലേ, സ്വാഭാവികം. അങ്ങനെ ചെമ്മീൻ വളർത്താൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു, നമ്മുടെ വെളുത്തുള്ളി ഇട്ടു, വേപ്പിലിട്ടു. ആദ്യം ഞാൻ വറുത്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. വറുത്തിട്ട് അതിലേക്ക് മസാലാസൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ചെമ്മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ടു. അതിനുശേഷം സവാള, തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് വയറ്റാണ് ചെയ്യുന്നത്. തീ വളരെ കുറച്ചിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതാകും. പിന്നെ വെളിച്ചെണ്ണ കുറച്ച് അല്പം കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ ചെമ്മീനോളത്തൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീനോളത്തൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് പെരയൊക്കെ അടിച്ചിട്ടു കേട്ടോ. പെരയൊക്കെ അടിച്ചിട്ടാൽ തന്നെ ഞാൻ രാവിലെ അടിച്ചിടാണ്ടാണ് മനഃപൂർവ്വം. കാരണം നമ്മൾ എന്തായാലും പണിയൊക്കെ കഴിഞ്ഞ് ഒന്നും കൂടെ അടിച്ചിടേണ്ടി വരും. അപ്പം പിന്നെ നമ്മൾ ആദ്യം തന്നെ ചെയ്ത് വെക്കുന്നത് മണ്ടത്തരമല്ലേ, നമുക്ക് രണ്ടാമതും ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനത് ചെയ്തു, ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനത്തെ ചെമ്മീനോളത്ത് സെറ്റായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് മീൻ വറുക്കാലാണ്. നമ്മുടെ ഏകദേശം പൊതിച്ചോറൊക്കെ റെഡിയാക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും സുധിച്ചേട്ടൻ 2 ഇല വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 2 ഇലയിലേ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ 2 അവർക്ക് ചെയ്യുന്നില്ല, സുക്രൂനും തുമ്പിക്കൊന്നും ചെയ്യുന്നില്ല. അല്ല, തുമ്പിക്ക് വേണ്ടല്ലോ, സുക്രൂന് ചെയ്യുന്നില്ല. സുക്രൂന് ഇങ്ങനെ മസാലയൊക്കെ പരട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചോറിൽ അങ്ങനെ ഇഷ്ടമില്ല, അധികം അവൻ എരിവ് തിന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ വേസ്റ്റ് ആവും. അപ്പം നമ്മൾ വാരി കൊടുത്താൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പൊതിച്ചോറൊക്കെ സെറ്റ് ചെയ്യാണ്. ആദ്യം തന്നെ ചോറിട്ടു, ഇല ആദ്യം വാട്ടിയിട്ടു, അതിനുശേഷം ചോറിട്ടു, പിന്നെ നമ്മുടെ ചെമ്മീനോളത്തിട്ടു കേട്ടോ. അപ്പോൾ ഇതിൽ വീഡിയോഗ്രാഫർ നമ്മുടെ സുധിച്ചേട്ടനാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ചാള വറുത്തത് വെച്ചു. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത്. ഇതിന് മുന്നേ ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ അമ്മയാണ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അല്ലാതെ ഞാൻ പൊതിച്ചോറ് ഒരു പ്രാവശ്യം ഹോട്ടലിൽ നിന്നും കഴിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പൊതിച്ചോറ്. പിന്നെ മുട്ട വറുത്തത് വെച്ചിട്ടുണ്ട്. പൊതിച്ചോറിൻ്റെ ട്രെൻഡൊക്കെ പോയെന്നറിയാം, എന്നാലും ഒന്ന് ഉണ്ടാക്കാമല്ലോ, പിന്നെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതിനുശേഷം ഞാനോട് വെക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് ഒലത്തിയതാണ് കേട്ടോ. അങ്ങനെ ബീട്രൂട്ട് ഒലത്തിയതും വെച്ചു. നെക്സ്റ്റ് വെക്കുന്നത് ഒരു അച്ചാറാണ്. വെളുത്തുള്ളി അച്ചാർ നമ്മുടെ അവിടെ സ്ഥിരം ഉണ്ടാവും കേട്ടോ, കാരണം നമുക്ക് 2 പേർക്കും വെളുത്തുള്ളി അച്ചാർ ഇഷ്ടമാണ്. പിന്നെ ഒരു നമ്മുടെ മാങ്ങാ ചമ്മന്തിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഫിനിഷ് ആകുമ്പോൾ സൂചിച്ചേട്ടൻ പറയുന്നുണ്ട് പപ്പടം വെച്ചൂടെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പപ്പടം വെച്ചില്ല, പപ്പടം തണുത്തു പോകില്ല. പപ്പടം ഇത് തുറന്നതിന് ശേഷം പൊടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മൂടാണ് കേട്ടോ. ഈച്ച നമ്മുടെ സന്തത സഹചാരിയാണല്ലോ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈച്ചയൊക്കെ പറക്കും, അതൊന്നും ശ്രദ്ധിക്കണ്ട കേട്ടോ. ഈച്ച എത്ര പോയാലും ഓരോന്നോരോന്നൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പണ്ടത്തേനെ അപേക്ഷിച്ച് നല്ലോണം കുറഞ്ഞിട്ടാ. അങ്ങനത്തെ ഞാൻ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ 2 സംഭവം പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ ഡ്യൂട്ടീസൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മുന്തിരിയൊക്കെ കഴിച്ചു. അപ്പോൾ സുക്കുറും തുമ്പിയും ഞാൻ തുമ്പിയൊക്കെ അതിന് മുമ്പ് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 പേരും കൂടി ഇങ്ങനെ കിടക്കാണ്. അപ്പോൾ ഞാനും കുറച്ച് നേരം ഇങ്ങനെ താഴേലൊക്കെ കിടന്നു. അങ്ങനെ തുമ്പിക്ക് പുതിയതായിട്ട് മേടിച്ച ആ ഒരു ബോവാണ് കേട്ടോ അത് തലയിൽ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ മുട്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനി മുടി കെട്ടി കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിങ്ങനെ ബോയൊക്കെ വെച്ചു. അപ്പോൾ അവൾക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിനുശേഷം എനിക്കൊരു വീഡിയോ എഡിറ്റൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് തുമ്പിനേക്ക് ഇരുത്തി എഡിറ്റ് ചെയ്യാണ്. ഞാൻ എവിടെ വന്നിരുന്നാലും എൻ്റെ ഒരു വാലായിട്ട് തുമ്പി എപ്പോഴും ഉണ്ടാവും കേട്ടോ. പിന്നെ സുക്കുറും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും. അപ്പോൾ അവനൊരു വണ്ടി ഉണ്ടല്ലോ, അതിലൊക്കെ ആയിരിക്കും സുക്കുറുണ്ടാവാം.
അങ്ങനെ അതേ സൂചേട്ടനും പിള്ളേരൊക്കെ സൂചേട്ടൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അമ്മനെ അച്ഛനെയൊക്കെ കാണാനായിട്ട് പോയി. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ. അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അതേ സൂചേട്ടനൊക്കെ വന്നപ്പോൾ നമ്മൾ പൊതിച്ചോറ് തുറക്കുകയാണ് കേട്ടോ. തുറക്കുമ്പോൾ തന്നെ ആ ഒരു ഇലയുടെ മണവും എല്ലാം കൂടി ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പറയണത് കേട്ടിട്ടുണ്ടാവും എല്ലാവരും. പക്ഷേ ഇത് അനുഭവിച്ചറിയേണ്ട ഒരു സ്മെല്ലാണ്. എല്ലാത്തിൻ്റെയും മുട്ട വറുത്തതിൻ്റെയും ചമ്മന്തിയുടെയും ചാളയുടെയും എല്ലാം അതും കൂടെ കൂട്ടി അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ സ്വർഗ്ഗം കാണാം. അത്രയ്ക്ക് ടേസ്റ്റാണ്. സൂചേട്ടൻ പറഞ്ഞു കേട്ടോ ഇതെല്ലാം കൂടെ എങ്ങനെ എൻ്റെ പോലെ തന്നെ കേട്ടോ സൂചേട്ടൻ കഴിച്ചിട്ടുള്ളത്. അന്ന് എപ്പോഴും അമ്മ തന്നപ്പോൾ കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സുക്രുവിനും കൊടുക്കുന്നുണ്ട്. സുക്രു പക്ഷേ കഴിക്കുന്നില്ല കേട്ടോ. അതങ്ങനെ ഒരു പ്രത്യേക ഒരു കൊച്ചാണ്. എല്ലാതും അങ്ങനെയൊന്നും കഴിക്കൂല. അങ്ങനെ എന്ത് ചെയ്തു, നമ്മളിതൊക്കെ കഴിച്ചു, അടിപൊളിയായി. പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ രാത്രിയല്ല ഒരു 6-6:30 മണിയായി. വിളക്ക് കത്തിച്ചു. അപ്പോൾ അതേ സൂചേട്ടൻ പോത്തിൻ്റെ അടുത്താണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ ചായയൊക്കെ തിളപ്പിക്കാനൊന്ന് പോയിട്ട് അപ്പോഴേക്കും തുമ്പി സുക്കുറോ ഉറങ്ങി. അപ്പോൾ ദേ നമ്മൾ ചായയൊക്കെ തിളപ്പിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. ബൈ.